നെക്സ്റ്റ് നമ്മൾ ഒരു ബാർ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ കാർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കി. ഇനി ബാർ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ബാർ ചാർട്ട് വരുമ്പോ എന്താ വരാ, അതിൽ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഓക്കെ, നമുക്കപ്പം നേരത്തെ കാർഡ്സ് ആഡ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി നേരിട്ട് ആ ഒരു കാർഡിലേക്ക് വാല്യൂ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ബിൽഡ് വിഷ്വലിന് താഴെ ആഡ് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ ഈ ബാർ ഗ്രാഫ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം, എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കും, വൈ ആക്സിസിൽ എന്ത് കൊടുക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഈ ഒരു ബാർ ഗ്രാഫിലേക്ക് വാല്യൂസ് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താ എക്സും വൈയും അവിടെ പ്ലോട്ട് ചെയ്തോളും. ഓക്കെ. ഇനി ഈ ബാർ ഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ കാണാം, ലെജൻഡ് കാണാം, സൂം സ്ലൈഡർ ചെയ്യാം, ഡാറ്റ ലേബിൾസ് കാണാം, പിന്നെ എന്താ ട്രെൻഡ് ലൈൻ, ഫോർകാസ്റ്റ് ഒക്കെ നമുക്ക് ഈ ബാർ ചാർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പം ബാർ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഓർഡേഴ്സ് ബൈ കാറ്റഗറി ആണ്. അപ്പം ടോട്ടൽ ഓർഡേഴ്സും കാറ്റഗറി ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് പവർ ബി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഡാഷ്ബോർഡിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതിന്ന് ഇവിടെ സ്റ്റാക്ക് ബാർ ചാർട്ട് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്, കാറ്റഗറി നെയിമും വേണം, അതുപോലെ ടോട്ടൽ ഓർഡേഴ്സ്. കണ്ടോ, ഇവിടെ നമുക്ക് നേരത്തെ കാർഡ് എടുത്തപ്പോ ഒറ്റ ഫീൽഡ് അല്ലേ വന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ബാർ ചാർട്ട് എടുത്തപ്പോ എന്താ കുറെ ഫീൽഡ്സ് വന്നിട്ടില്ലേ, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ലെജൻഡ്, സ്മോൾ മൾട്ടിപ്പിൾസ്, അങ്ങനെ കുറെ വാല്യൂസ് മീൻസ് കുറെ ഫീൽഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ഫീൽഡിലും ഇടാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഈ ഒരു വിഷ്വലിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കാറ്റഗറി നെയിം എടുത്തിട്ടുണ്ട്, നേരിട്ട് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. നെക്സ്റ്റ് എന്താ വേണ്ടത്, ടോട്ടൽ ഓർഡേഴ്സ് ആണ് വേണ്ടത്. ടോട്ടൽ ഓർഡേഴ്സും ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് ഡ്രാഗ് ചെയ്തിട്ടെടുത്തു. കണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് തന്നെ അവിടെ പ്ലോട്ട് ചെയ്തു. നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ ഈ ഐക്കൺ സെലക്ട് ചെയ്ത് ഇതിലും ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ വിഷ്വലിലോട്ട് നേരെയും ഡ്രാഗ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ എന്തിനാണ് കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്, ഏത് കാറ്റഗറിക്കാണ്, ആക്സസറീസിനാണ് കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്. ഇനി നമുക്ക് നേരത്തെ കാർഡ്സിന്റെ കളറും ഫോണ്ടൊക്കെ മാറ്റിയ പോലെ നമുക്ക് ഈ ബാർ ചാർട്ടിന്റെയും കളറും ഇതൊക്കെ മാറ്റാൻ പറ്റും. സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്കിത് ഇതിന്റെ കളറും സൈസും ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ എല്ലാത്തിനും ഒരു ബ്ലാക്ക് തീമാണ് കൊടുക്കുന്നത്. അപ്പം കളറ് ബ്ലാക്ക് ആക്കുക. ഇനി ഫോണ്ടൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഡാറ്റ ലേബിൾസ്, ട്രെൻഡ് ലൈൻ ഒക്കെ കാണണമെങ്കിൽ അത് ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ഇത് സെലക്ട് ചെയ്യുക. ഇതിൽ കണ്ടോ സൂം സ്ലൈഡർ ഉണ്ട്, റിബൺസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡാറ്റ ലേബിൾസ് കണ്ടോ. ട്രെൻഡ് ലൈനും ഫോർകാസ്റ്റും വരുന്നത് ലൈൻ ചാർട്ടിലാണ്, ബാർ ചാർട്ടിലല്ല, ലൈൻ ചാർട്ടിലാണ് അത് വരുന്നത്. ഓക്കെ. അപ്പം ഡാറ്റ ലേബിൾസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ബാർ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ ആ ഒരു വിഷ്വലിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറൊരു